അസം സ്വദേശിനിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയെ അസമിൽ നിന്ന് സാഹസികമായി പിടികൂടി പീരുമേട് പോലീസ്. ഏപ്രിൽ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പഴയ പാമ്പനാട്ടിലുള്ള പോപ്സൺ എസ്റ്റേറ്റ് ലയമുറിയിൽ അതിക്രമിച്ചു കയറി അതിജീവിയെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നാണ് കേസ്. കൃത്യത്തിന് ശേഷം ആസമിലേക്ക് കടന്ന അസം ഉദുൽഗിരി സ്വദേശിയായ മസിബർ റഹ്മാനെ 52 വയസ്സുകാരനെ പീരുമേട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അജേഷ് KR, ജോസ് സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മുരുകേശൻ MG എന്നിവർ ഉൾപ്പെടുന്ന സംഘം അസമിലെത്തി 10 ദിവസത്തോളം നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. പ്രതിയെ അസമിലെ പോക്സോ കോടതിയിൽ ഹാജരാക്കി ട്രാൻസിസ്റ്റ് വാറണ്ട് നേടിയ ശേഷം തൊടുപുഴ പോക്സോ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തുടർന്ന് കട്ടപ്പന പോക്സോ കോടതി ജഡ്ജി ബിൽകുൽ GR പോക്സോ വകുപ്പ് പ്രകാരം 29 വർഷത്തെ കഠിന തടവും 60,000 രൂപ പിഴയുമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുസ്മിത കോടതിയിൽ ഹാജരായി. സിവിൽ പോലീസ് ഓഫീസർമാരായ സിബി, പ്രദീപ് കുമാർ, അജേഷ് എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾക്കായി സഹായിച്ചു. പീരുമേട് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന റെജികുമാർ ഡിയാണ് കേസിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ കുട്ടിയുടെ പ്രായം സംബന്ധിച്ച് തർക്കം നിലനിന്നതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് ഓസിഫിക്കേഷൻ പരിശോധനയ്ക്ക് ഹാജരാക്കിയതിനെ തുടർന്ന് പീരുമേട് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന പുഷ്പകുമാർ അനുബന്ധ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കേസിൻ്റെ അന്വേഷണത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച സബ് ഇൻസ്പെക്ടർമാരായ അഫ്സാർ മുഹമ്മദ് കുട്ടി, നൌഷാദ് എന്നിവരും അന്വേഷണ സംഘത്തിൽ അന്ന് സഹായിച്ചു. പകലും രാത്രിയും വിശ്രമമില്ലാതെ 10 ദിവസത്തോളം നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയുടെ നീക്കങ്ങൾ കണ്ടെത്തിയ പോലീസ് സംഘം സാഹസികമായി പ്രതിയെ പിടികൂടിയത്. അസമിൽ നിന്ന് കേരളത്തിലേക്കുള്ള 3 ദിവസത്തെ യാത്രയിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സഹായവും സഹകരണങ്ങളും നൽകിയ CRPF ജവാന്മാരുടെ സേവനവും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്.